ഇതാണ് എൻ്റെ നാട്ടിലൊക്കെ കാട്ടുചീര എന്നറിയപ്പെടുന്ന സസ്യം. നമ്മുടെ സാധാരണ ഇലക്കറി ചീരവർഗ്ഗങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത്. ഇതിന്റെ പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ചോരച്ചീര എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ ചോരച്ചീര എന്ന് വിളിക്കുന്നത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഇല ചെറുതാണ്. ഇതുപോലെ തന്നെയാണ് പടർന്ന് തന്നെയാണ് അതും വളരുന്നത്. ഇതിന്റെ ഇലകൾ അല്പം വലുതായിരിക്കും. ഇതിനെ ചോരച്ചീര എന്ന് വിളിക്കുന്ന ചില സ്ഥലങ്ങളിൽ അങ്ങനെ വിളിക്കുന്നുണ്ട്, കാട്ടുചീര എന്നും വിളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ ചീരയെ പോലെ തന്നെയാണ് ഇതിന്റെ കളറുകളെല്ലാം. ഇലയ്ക്കും അതേ കളർ തന്നെയാണ്. തണ്ടുകൾ നമ്മുടെ ചീരയെ പോലെ അതിന്റെ ഇളം തണ്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു വരും. അതുപോലെ തന്നെയാണ് നല്ല മാർദ്ദവമുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. ഇതിന്റെ ഇലകൾ നമ്മൾ കശക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ നമ്മുടെ ചീരയുടെ അതേ കളർ തന്നെയാണ്, ഒരു വയലറ്റ് റെഡ് കളർന്ന കളറാണ് ഇതിന് ഉള്ളത്. ഇത് സാധാരണ ഏകദേശം ഒരു നല്ല വെയിലും കൊഴുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഏകദേശം മൂന്നാല് അടിയോളം പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഈ കാട്ടുചീര എന്നുള്ള സസ്യം. ഇത് നമുക്ക് നമ്മുടെ ഏരിയകളിലൊക്കെ വനപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഇതിന്റെ ഇല ഭക്ഷ്യയോഗമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഈ ചീര ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കാടുകളിലും ഈ പുഴവക്കത്ത് തോടിന്റെ സൈഡുകളിൽ എല്ലായിടത്തും ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കാട്ടുചീര എന്നുള്ള ഈ സസ്യം. ഇതിന് നല്ല ഒരു വയലറ്റ് കളറാണ് ഇതിനുള്ളത്. സാധാരണ ചീരയുടെ അതേ കളർ തന്നെയാണ് ഈ കാട്ടുചീരയ്ക്ക് ഉള്ളത്. വിത്തുകളിൽ നിന്നാണ് ഈ പുതിയ പുതിയ സസ്യങ്ങൾ ഇത് ഉണ്ടായി വരുന്നത്. ഇതിന്റെ പൂവും വിത്തും ഉണ്ടാകുന്നത് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ അതേ രീതിയിൽ തന്നെയാണ്. അതായത് തണ്ടിനും ഇലയ്ക്കും ഇടയിൽ നിന്നാണ് ഈ പൂങ്കുലയും വിത്തുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു വെള്ള പൂക്കളാണ് ഇതിലും ഈ ചീരയിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പടർന്ന് ഒരു കള പോലെ വളർന്ന ഒരു സസ്യമാണ്. ഇത് ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രദേശത്തേക്ക് ഇങ്ങ് വ്യാപിക്കും. അങ്ങനെയുള്ള സസ്യമാണ് ഈ കാട്ടുചീര സസ്യം. അപ്പോൾ വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വെടിയേറ്റ് വരാം. ഓക്കെ, ബൈ.